ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നവീൻ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ CI മാർട്ടിനെ അവിടെ ആ കോടതിയിൽ വെച്ചിട്ട് വലിച്ചു കീറുന്ന രീതിയിൽ തന്നെയാണ് വാദിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ പറയുന്ന ഈ വേലുവിന്റെ വിരലടയാളം ആ ഇരുമ്പ് ദണ്ടിൽ വന്നിട്ടില്ല. ഫോറൻസിക് ലാബ് റിപ്പോർട്ടിൽ ഇവരുടെ 3 പേരുടെയും കൈകൾ ആ ഇരുമ്പ് ദണ്ടിൽ പതിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇവരെ പ്രതികളാക്കി മാറ്റുന്നത്? അങ്ങനെ കോടതിയോട് പറയുകയാണ് വക്കീല്, ആ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് സാർ. അത് പരിശോധിച്ചാൽ മനസ്സിലാകും ഇവരുടെ 3 പേരുടെയും വിരലടയാളം അതിൽ ഇല്ല എന്ന്. പിന്നെ ഈ മാർട്ടിൻ സാറിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന് ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അത് കേസിന്റെ തുമ്പ് കണ്ടെത്തുന്നവരെയും അത് കണ്ടെത്താൻ പരിശ്രമിക്കും. ഒടുവിൽ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അദ്ദേഹം നിരപരാധികളായ ആൾക്കാരെ അതിൽ പ്രതികളാക്കി ആ കേസ് ക്ലോസ് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ സാധാരണയുള്ള പതിവ് എന്നിങ്ങനെ പറയണേ കേൾക്കുമ്പോൾ മാർട്ടിന് ദേഷ്യം വരികയാണ്. മാർട്ടിൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താ നിങ്ങൾ ചെയ്തു കൂട്ടിയത്? ഇവിടെ നിങ്ങൾ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയോ? നിങ്ങൾ ഈ പറയുന്ന ഗംഗപ്രസാദിന്റെ ബോഡി നിങ്ങൾ കണ്ടെത്തിയോ? ഒന്നുമില്ല. എന്നിട്ടും ഇവരെ നിങ്ങൾ പ്രതികളാക്കി അവരെ, ഈ വേലു എന്ന് പറയുന്ന ആള്, അവൻ ഒരു പാവപ്പെട്ട ഒരു ആളാണ്. അവൻ കാടിനെ സ്നേഹിച്ച് വളരുന്ന ഒരുത്തനാണ്. അതുകൊണ്ട് തന്നെ അവന് പോലീസിനെ വളരെ പേടിയാണ്. ആ വേലുവിനെ ഇവര് തല്ലിച്ചതച്ച് നട്ടലിന് വരെ പ്രയോഗിച്ചപ്പോഴാണ് അവൻ ആ ഒരു കുറ്റമേറ്റെടുക്കാൻ തയ്യാറായത് സാറെന്നിങ്ങനെ വക്കീല് പറയുകയാണ്. ജഡ്ജി പറയുകയാണ്, അപ്പോൾ ഇതിലെ വിധി പറയാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറയുന്നുണ്ട്, ഈ പറയുന്ന കേസിലെ 3 പ്രതികളായിട്ടുള്ള കിരൺ, അതുപോലെ വേലായുധൻ, രതീഷ്, 3 പേരെയും ഈ കോടതി നിരുപാധികം വിട്ടയക്കുകയാണ്. അവരുടെ പേരിൽ കേസുണ്ടെന്നായിട്ടോ തെളിവുകളൊന്നും തന്നെ ഇല്ലാത്തതിന്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. നമ്മുടെ വേലുവാണെങ്കിൽ ആ ഒരു സന്തോഷം ആ കോടതി മുറിയിൽ വെച്ച് തന്നെ കൈയടിച്ചിട്ട് സൂപ്പർ എന്ന് പറഞ്ഞ് കൈയടിക്കുകയാണ്. അപ്പൊ ജഡ്ജി പറയുകയാണ്, എന്താണോ ഇത് കോടതിയാണ്, ഇവിടെ ചില നിയമങ്ങളുണ്ട്. ഇങ്ങനെ ആ സമയത്ത് മിണ്ടാതിരിക്കട വേലു എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും കോടതി പിരിച്ചുവിടുകയാണ്. ജഡ്ജി എല്ലാവരോടും നന്ദി പറഞ്ഞ് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നവീന്റെ അരികിലേക്ക് ചന്ദ്രസേന വന്നിട്ട് മോനെ എന്ന് പറഞ്ഞ് നവീനെ കെട്ടിപ്പിടിക്കുകയാണ്, സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കാർത്തിക വന്ന് നവീന് കൈ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും മാർട്ടിനെ ഒന്ന് നോക്കിയതിന് ശേഷം കോടതി മുറിയിൽ നിന്നും കോടതി വളപ്പിലേക്ക് കടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ചന്ദ്രസേനൻ കിരണിനോട് പറയാണ്, മോനെ, മൂർത്തി സാറ് പറഞ്ഞത് ശരി തന്നെയാണ്, ഇവൻ ആള് പുലിയാണ് എന്നിങ്ങനെ നവീനെ പറ്റി പറയുന്നത്. നവീന്റെ ഒരു സാമർത്ഥ്യം കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവീൻ എവിടേക്ക് വരികയാണ്. നവീനോട് പറയുന്നുണ്ട്, മോനെ, നിന്നോട് ഞാൻ ഒന്നും കൂടി നന്ദി പറയുകയാണ് എന്ന് പറയുമ്പോൾ, ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല അങ്കിളെ എന്ന് പറയുകയാണ്. അപ്പൊ ആ സമയത്ത് എന്തായാലും നീ ഫീസോ കാര്യങ്ങളോ ഒന്നും ഞങ്ങളോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല, എന്തായാലും നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു തുക ഞാൻ അങ്ങ് അയക്കും എന്നിങ്ങനെ ചന്ദ്രസേനൻ പറയുകയാണ്. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, തുക അയച്ചോ, പക്ഷെ അത് കൂടുതലാണെങ്കിൽ ബാലൻസ് തുക തിരിച്ചും വരും എന്നിങ്ങനെ പറയുകയും ചെയ്യുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, എന്തായാലും പൈസയായിട്ട് മേടിക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ നവീനേട്ടന് ഒരു ഗിഫ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, അതെന്തായാലും ഞാൻ തരും, അത് വേണ്ട എന്ന് പറയുകയരുത് എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയം തന്നെ മാർട്ടിൻ അവിടേക്ക് വരികയാണ്. അപ്പൊ മാർട്ടിനോട് വക്കീൽ പറയാണ്, നവീൻ പറയുന്നുണ്ട്, ഹലോ സാറേ ഒന്ന് നിന്നേ, എന്തൊക്കെയോ വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ടായിരുന്നല്ലോ, അതെ ആളും തരം നോക്കിയിട്ട് വെല്ലുവിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ പരിഹസിക്കുകയാണ്. അപ്പൊ നോക്കിക്കോ, ഇതിന്റെ പുറകിൽ ആരാണെന്ന് ഞാൻ കണ്ടെത്തുമെന്ന് പറയുന്നുണ്ട്. സാറ് കണ്ടെത്തിക്കോ, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തേണ്ടത് അതൊരു ആവശ്യ കാര്യം തന്നെയല്ലേ, പക്ഷേ ആ പ്രതികളിൽ ഇവർ 3 പേരും ഉണ്ടാകില്ല എന്നിങ്ങനെ നവീൻ തറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ ദേഷ്യത്തോടു കൂടി മാർട്ടിൻ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അയാളെ സൂക്ഷിക്കണം എന്നിങ്ങനെ നവീൻ അങ്ങനെ ഒരു ഇത് കൊടുക്കുകയാണ്. അതെന്തായാലും അയാൾ എന്തായാലും ഇനി തുടരന്വേഷണം നടത്തും, അത് ഉറപ്പാണ് എന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിന്നിട്ട് എന്തായാലും അവരങ്ങനെ പിരിഞ്ഞു പോവുകയാണ്. എന്തായാലും അമ്മയെ കാണാം, അമ്മ അവിടെ പ്രാർത്ഥനയായിട്ട് ഇരിക്കുകയാണ് മോനെ എന്നിങ്ങനെ ചന്ദ്രസേനൻ പറയുന്നുണ്ട്. പിന്നെ കല്യാണി അറിയാത്തത് കൊണ്ട് പിന്നെ ഒരു ചെറിയൊരു സമാധാനം, കല്യാണിയെ കാണണമെന്നും പറഞ്ഞങ്ങനെ നിൽക്കണം. അങ്ങനെ അവരിടുന്നോടൊന്ന് പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശൻ കല്യാണിയുടെ അരികിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരികയാണ് റൂമിൽ നിന്നും. അപ്പൊ കാർത്തിക് അവിടേക്ക് വരുന്നുണ്ട്. മോളെ, എന്തായി കോടതിയിലെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അച്ഛാ ഒരു കുഴപ്പമില്ല, അവരെ വെറുതെ വിട്ടു എന്ന് പറയുകയാണ്. ഓ സമാധാനമായി. എന്തായാലും എപ്പോൾ ചെല്ലുമ്പോഴും കല്യാണി കിരണിനെ ചോദിക്കുന്നുണ്ട്, എന്ത് പറഞ്ഞു നിൽക്കണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്.
കിരൺ എന്തിയ മോളെ എന്ന് ചോദിക്കുകയാണ്. കിരൺ എന്തായാലും ഇങ്ങോട്ട് വരും, അവൻ അമ്മയെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഇരുമ്പ് ദണ്ടിൽ ഇവരുടെ 3 പേരുടെയും കൈകൾ പതിഞ്ഞിട്ടില്ല, വേറെ ആരെയാണ് അവനെ കൊന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ആരെങ്കിലും ആവട്ടെ, എന്തായാലും നമ്മുടെ മക്കൾ രക്ഷപ്പെട്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞ്, എന്നാൽ അച്ഛനൊരു കാര്യം ചെയ്ത് ഞാൻ വന്ന വണ്ടിയിൽ അച്ഛൻ വീട്ടിലോട്ട് പൊക്കോ എന്നിങ്ങനെ കാർത്തിക പറയുകയാണ്. ശരി മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശൻ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ കാദംബരിയാണ് കല്യാണിയുടെ അരികിൽ നിൽക്കുന്നത്. അപ്പം നമ്മുടെ കാർത്തികയും അവിടേക്ക് ചെല്ലുകയാണ്. അപ്പം നല്ല ഉറക്കത്തിലാണ് കല്യാണി. ഇവള് നല്ല ഉറക്കത്തിലാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കാദംബരിയോടായിട്ട് കാർത്തിക. അപ്പം എന്തായി ചേച്ചി കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണ് കാദംബരി. നീ ഒന്ന് പുറത്തേക്ക് വന്നേ എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ആ ഒരു സന്തോഷ വർത്താനം അവരോട് പറയുകയാണ്. എന്തായാലും സമാധാനമായി എന്ന് പറയുന്നുണ്ട്. അപ്പം കിരൺ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ വരും. കിരൺ ഇനി അവളോട് തുറന്ന് പറയുന്നെങ്കിൽ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞോട്ടെ, നമ്മളെന്തായാലും പറയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് നേരെ കല്യാണിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ തലമുടി ഒന്ന് തഴുകുമ്പോൾ കല്യാണി എഴുന്നേൽക്കാണ്. അപ്പോൾ കിരണേട്ടൻ എന്ത് ചേച്ചി എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ വരോടി എന്ന് പറയാണ്. കുറെ നേരം ആയല്ലോ ചേച്ചി, ഇപ്പൊ വരും എന്ന് പറയുന്നത്. എടി 10 മിനിറ്റ് അതിനുള്ളിൽ വരും, വന്നില്ലെങ്കിൽ നമുക്ക് നോക്കാം, നീ എന്റെ വാക്ക് വിശ്വസിക്കേണ്ട എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശാരിയും അതുപോലെ തന്നെ രൂപയും അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ശാരിയാണെങ്കിലും തന്റെ ഭർത്താവിനെ കൊന്ന ആ ദേഷ്യക്ക് മനസ്സിലിട്ടിട്ട് അവനെ കോടതി ശിക്ഷിച്ചാൽ മതിയായിരുന്നു എന്നിങ്ങനെ കിരണിനെ പറ്റി പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്, സ്വയം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും രൂപ വരികയാണ്. രൂപ നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ മകൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് ഈ ഭക്ഷണം കഴിക്കുക, അതൊക്കെ നിന്റെ സ്വഭാവമാണെന്ന് രൂപ ഇങ്ങനെ ശാരിയോട് പറയുന്നുണ്ട്. അപ്പം ശാരി പറയാണ്, അല്ല നിനക്ക് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ, അപ്പം നേരത്തിന് ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ശാരി ചോദിക്കുകയാണ്. അപ്പം എൻ്റെ മകൻ ഇങ്ങനെ വരട്ടെ എന്നിട്ട് പറയാം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അവിടേക്ക് അവരുടെ കാറ് വരികയാണ്. അപ്പം ചന്ദ്രേട്ടനാണ് ആദ്യം തന്നെ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പം ആ സമയത്ത് ശാരി പറയുന്നുണ്ട്, ഇതേ ചന്ദ്രേട്ടന് വന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രൂപ നോക്കുമ്പോൾ കിരണും വരുന്നുണ്ട്. എൻ്റെ മോനും വന്നല്ലോ എന്ന് പറയുമ്പോൾ ശാരിയുടെ മുഖത്ത് അത്ര തെളിച്ചില്ല കിരണിനെ കണ്ടിട്ട്. അങ്ങനെ അവർ വന്ന് വേഗം അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മകൻ. അപ്പോൾ ആ സമയത്ത് ശാരി മനസ്സിൽ കരുതാണ്, ഇനിയിപ്പം ഇവരുടെ സന്തോഷം കണ്ടില്ല, ഇനിയിപ്പം ഞാനായിട്ട് ഇവരുടെ മുന്നിൽ അഭിനയിക്കാമെന്നും പറഞ്ഞ് സന്തോഷം, മോനെ ഞാൻ ഇത്ര നേരം പ്രാർത്ഥനയിലായിരുന്നു മോൻ രക്ഷപ്പെടണം എന്നുള്ളത് എന്ന് പറയുമ്പോൾ അതെ അതൊക്കെ വെറുതെയാണ്, നീ മനസ്സിൽ ഇവന് ശിക്ഷ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കായിരിക്കും. സരുവിന് ചിലപ്പോൾ ഒരുപക്ഷെ വിഷമം ഉണ്ടാകും, പക്ഷെ നിനക്ക് ഒട്ടും വിഷമമായിട്ട് കണ്ടിട്ടില്ല. പിന്നെ നിന്റെ ഭർത്താവ് മരിച്ചത് നിനക്ക് സങ്കടവുമുണ്ട്, നീ ഇടക്കിടക്ക് അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്തൊക്കെ നീ അത് ആലോചിച്ച് സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിങ്ങനെ രൂപ പറയുകയാണ്. എന്തായാലും ഞങ്ങളല്ല അത് കുറ്റകൃത്യം ചെയ്തത് അമ്മേ, അത് മറ്റാരോ ആണ്, ആ ഇരുമ്പൻ തടിയിൽ മറ്റാരുടെയോ വിരൽപ്പാടുകളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രക്ഷയായത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രസേനൻ ഒരു വെപ്രാളം കാണിക്കുകയാണ്. ചന്ദ്രസേനൻ പറയുന്നത് അങ്ങനെ അത് പിന്നെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചന്ദ്രസേനനും അവിടെ കിടന്നൊരു വെപ്രാളവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം നമ്മുടെ മാർട്ടിനെയും കാണിക്കുകയാണ്. മാർട്ടിനാണെങ്കിൽ ദേഷ്യം കൊണ്ട് കൈയൊക്കെ ചുരുട്ടി ആ ടേബിളിൽ അങ്ങനെ ഇടിക്കുകയും അങ്ങനെ ഒരു വളരെ ദേഷ്യത്തോടു കൂടിയിരിക്കുന്ന മാർട്ടിനെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.